ഇതുപോലൊരു ചെറിയ ടൂൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പലതരത്തിലുള്ള വർക്കുകൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇത് കണ്ടാൽ സാധാരണ ഒരു സ്റ്റാപ്ലർ ഗണ്ണാണ് തോന്നും, പക്ഷേ ഇത് ഇൻകോയുടെ 3-in-1 സ്റ്റാപ്പിൾ ഗണ്ണാണ്. ഇതിൽ നമുക്ക് സാധാരണ സ്റ്റാപ്പിൾ പിന്നും പിന്നെ യു ഷേപ്പ് ഉള്ളതും പിന്നെ ടി ഷേപ്പിൽ പോലത്തെ ചെറിയ നെയിൽ പോലത്തതും ഉപയോഗിക്കാം. ഇൻകോയുടെ സ്റ്റാപ്പിൾ ഗൺ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. വാങ്ങിയ ടൈമിൽ 590 രൂപയാണ് റേറ്റ് ആയത്. ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാപ്പിൾ ഗൺ കാണുമ്പോൾ ചെറുതാണെങ്കിലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കൈ പിടിക്കുമ്പോൾ. ഇത് നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടി ചെറിയ ഹുക്ക് പോലെയും വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റാപ്പിൾ പിന്നുകളും അതുപോലെ നെയിൽസും വരുന്നുണ്ട്. നോർമൽ സ്റ്റാപ്പിൾ പിന്നും പിന്നെ യു ഷേപ്പ് ഉള്ളതും പിന്നെ ടി ഷേപ്പിലുള്ള നെയിൽസ് പോലത്തതുമാണ്. ഈ സ്റ്റാപ്പിൾ ഗണ്ണിൻ്റെ സ്റ്റാപ്പിൾ പിൻ ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം ബാക്ക് സൈഡിലായിട്ടാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ലോക്ക് പോലെയാണ്. പയ്യെ പ്രസ് ചെയ്തിട്ട് താഴത്തേക്കാക്കിയ ശേഷം പുറത്തേക്ക് വലിച്ചെടുക്കാം. അതിനുശേഷം സ്റ്റാപ്പിൾ പിന്നെ ഉള്ളിലേക്ക് വെച്ച ശേഷം ആദ്യം നമ്മൾ അഴിച്ചെടുത്ത പീസ് ഉള്ളിലേക്ക് വെച്ച് ലോക്ക് ചെയ്താൽ മതി. ഇതിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റാപ്പിൾ പിന്നൊക്കെ നമുക്ക് ലോഡ് ചെയ്യാം. ഇനി നമുക്കൊരു തടിയുടെ പീസയിലേക്ക് നമുക്ക് സ്റ്റാപ്ലെയർ അടിച്ചു നോക്കാം. നമുക്കപ്പോൾ എവിടെ സ്റ്റാപ്പിൾ പിൻ അടിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ കറക്റ്റായിട്ട് വെച്ച ശേഷം മുകളിലുള്ള ഹാൻഡിൽ അങ്ങ് പ്രസ് ചെയ്താൽ മതി. തടിയുടെ പീസയിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള പഴയ ഫർണിച്ചറിൻ്റെയൊക്കെ ഇതുപോലെ റെക്സിനൊക്കെ കീറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇതുപോലെ വെച്ച് പിൻ ചെയ്ത് നല്ല ഉറപ്പിക്കാൻ സാധിക്കും. ഇതുപോലത്തെ സ്റ്റാപ്പിൾ ഗണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് ആണിയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ജോലികളൊക്കെ തീർക്കാം. ഈ സ്റ്റാപ്പിൾ ഗണ്ണൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായതാണ്. ഞാനപ്പൂർണ്ണം വാങ്ങിയപ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ്. ഈ യു ഷേപ്പിൽ വരുന്ന പിന്നും നമുക്ക് സ്റ്റാപ്പിൾ ഗണ്ണിലേക്ക് ഇടാം. ഈ യു ഷേപ്പിൽ വരുന്ന സ്റ്റാപ്പിൾ പിന്നോട് നമുക്ക് എവിടെയെങ്കിലും ഇതുപോലെ വയറോ വല്ലതും ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് തടിയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് ലൈൻ പോലെ വരച്ചിട്ടൊക്കെ ആണെങ്കിൽ കറക്റ്റ് ലെവലിൽ തന്നെ നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഇനി ചെറിയ ആണി പോലത്തെ ടി ഷേപ്പിലുള്ള നെയിൽസ് ഉണ്ട്. ഇത് നമുക്ക് ചെറിയ മുള്ളാണിയൊക്കെ അടിക്കുന്നതിന് പകരം ഇതുപോലെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ പവർ ചെക്ക് ചെയ്യാൻ വേണ്ടി അലുമിനിയത്തിൻ്റെ ഗ്ലാസ് ഒക്കെ ഇടാൻ വേണ്ടിയുള്ള ഒരു ചാനലാണ്. ഇതിലേക്കൊന്ന് അടിച്ചു നോക്കാം. ഇതിലും ഫുള്ളായിട്ട് തന്നെ കയറിയിട്ടുണ്ട്. ഈ ഗണ്ണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റാപ്പിൾ പിന്നൊക്കെ നമുക്ക് എക്സ്ട്രാ വാങ്ങി ടൂൾസൊക്കെ കിട്ടുന്ന ഷോപ്പിലും വാങ്ങാൻ കിട്ടും, അതുപോലെ ഓൺലൈനിലും കിട്ടും. അപ്പോൾ ഇൻകോയുടെ ഈ സ്റ്റാപ്പിൾ ഗണ്ണ് വാങ്ങാൻ വേണ്ടിയുള്ള ലിങ്ക് ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.